أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى നാം അനുഷ്ഠിക്കുന്നതായ നോമ്പ് അല്ലാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഈ റമദാനിൽ നമ്മൾ ചെയ്യുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും മുഴുവൻ ഇബാദത്തുകളും അല്ലാഹു സമ്പൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. عن ابن عباس رضي الله عنهما أن النبي صلى الله عليه وسلم قال أربع من أعطيهن فقد أعطي خير الدنيا والآخرة. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അർബഉൻ, 4 കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങൾ ആർക്കൊക്കെ ലഭ്യമായിട്ടുണ്ടോ ഫഖദ് ഉഅതിയ ഖൈറദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും മുഴുവൻ നന്മയും അവന് ലഭ്യമായിരിക്കുന്നു എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമതായി അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഖൽബൻ ശാകിറ, നന്ദിയുള്ള ഹൃദയം. സൃഷ്ടാവായ റബ്ബിനോടും സൃഷ്ടികളോടും നന്ദി കാണിക്കുന്ന ഹൃദയം. സാധാരണഗതിയിൽ നമ്മുടെ സഹോദരങ്ങൾ അതല്ലെങ്കിൽ നാമുമായി ബന്ധപ്പെടുന്നവർ നമുക്കെന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്തു തരുമ്പോൾ നമ്മൾ പുഞ്ചിരി കൊടുക്കാറുണ്ട്, അതല്ലെങ്കിൽ ഇംഗ്ലീഷിൽ താങ്ക് യു എന്ന് പറയാറുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ജസാക്കല്ലാഹു ഖൈറ. ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും നന്മ ചെയ്താൽ അവർക്ക് കൊടുക്കേണ്ടുന്നത് ജസാക്കല്ലാഹു ഖൈറ, അല്ലാഹു നിനക്ക് ഖൈറായത് നൽകട്ടെ. ഇങ്ങനെ ആരോടായാലും തിരിച്ചങ്ങോട്ട് നന്ദി കാണിക്കുന്ന ഹൃദയം, പ്രത്യേകിച്ച് പടച്ച റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, ഒരുപാട് നിഅമത്തുകൾ പടച്ച റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ നിഅമത്തുകൾക്ക് അല്ലാഹുവിനെ ശുക്ർ ചെയ്യുക, അല്ലാഹുവിനെ നന്ദി ചെയ്യുക എന്ന് പറയുന്നത് ഒരു മുഅ്മിനിന്റെ അടയാളമാണ്. وَإِذْ تَأَذَّنَ رَبُّكُمْ لَئِنْ شَكَرْتُمْ لَأَزِيدَنَّكُمْ. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ആരെങ്കിലും ഞാൻ ചെയ്തതായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞാൽ ലഅസീദന്നകും, അല്ലാഹു ആ അനുഗ്രഹങ്ങൾ വീണ്ടും അവനിക്ക് ഇങ്ങനെ അധികരിപ്പിച്ചു കൊടുക്കുമെന്നാണ് പരിശുദ്ധമായ ഖുർആൻ. എന്തെങ്കിലും ഒരു നിഅമത്ത് നമുക്ക് ലഭ്യമാകുമ്പോൾ നമ്മൾ പടച്ച റബ്ബിനെ സ്തുതിക്കണം, അൽഹംദുലില്ലാഹ്. ഇന്ന് നമ്മൾ രാവിലെ താഴെ കഴിച്ചു, അൽഹംദുലില്ലാഹ്. സുബഹി നിസ്കാരം നമുക്ക് ജമാഅത്തായിട്ട് നിർവഹിക്കാൻ കഴിഞ്ഞു, അൽഹംദുലില്ലാഹ്. എത്രയോ ആളുകൾ അവർക്ക് കഴിഞ്ഞിട്ടില്ല, അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ നോമ്പിന്റെ തുടക്കം തന്നെ നമുക്ക് സ്വർഗ്ഗപൂന്തോപ്പിലായ ഇൽമിന്റെ മജ്‌ലിസിൽ ഇരിക്കാൻ ഭാഗ്യം കിട്ടി, അൽഹംദുലില്ലാഹ്. ഇങ്ങനെ ഓരോ നന്മകൾ പ്രവർത്തിക്കുമ്പോഴും സ്വഹാബാക്കളുടെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ, ഒരാവശ്യത്തിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഓരോ അടി നടക്കുമ്പോഴും സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ചൊല്ലി നടക്കും. തിരിച്ച് മടങ്ങി വീട്ടിലേക്ക് പോകുമ്പോൾ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്നു, അല്ലാഹുവിനെ നന്ദി ചെയ്യുന്നു. ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. ബാക്കി ഭാഗത്തിലൂടെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ആരെങ്കിലും നന്ദികേട് കാണിച്ചാൽ, എൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവനും ആസ്വദിക്കുന്നുണ്ട്, പക്ഷേ പടച്ച റബ്ബിനോട് ആരെങ്കിലും നന്ദികേട് കാണിച്ചാൽ ഇന്ന അദാബി ലശദീദ്, വല്ലാത്തൊരു താക്കീതാണ്, എൻ്റെ ശിക്ഷ കഠിനമാണ് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒന്നാമത് നമുക്ക് വേണ്ടിയത് ഖൽബൻ ശാകിറ, നന്ദിയുള്ള ഹൃദയത്തിൻ്റെ ഉടമകളാകണം. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വലിസാനൻ ദാകിറ, ദിക്ർ ചൊല്ലുന്ന നാവ്.
സാധാരണഗതിയിൽ നമുക്ക് ഒരുപാട് സമയങ്ങളുണ്ടാവും ദിക്ർ ചൊല്ലാൻ, പ്രത്യേകിച്ച് വുളൂ ഒന്നും വേണ്ട ദിക്ർ ചൊല്ലാൻ. പക്ഷെ നമ്മുടെ മനസ്സ് അതിനെ അനുവദിക്കൂല, നമ്മുടെ മനസ്സ് അതിനെ കീഴ്പ്പെടുത്തി തരൂല. നല്ല റസൂല് പറഞ്ഞു, 4 കാര്യങ്ങൾ കിട്ടിയാൽ ദുനിയാവും ആഖിറത്തിന്റെ മുഴുവൻ നന്മകളും ലഭിച്ചു എന്നാണ്. ഒന്നാമത് നന്ദിയുള്ള ഹൃദയം, രണ്ടാമത് എപ്പോഴും പടച്ച റബ്ബിനെ സ്മരിക്കുന്ന നാവ്, ലിസാന ദാക്കിറ. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വബദനൻ അലൽ ബലാഇ സാബിറ, പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്ന ശരീരം. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രത്തോളം മനുഷ്യരെ പരമാവധി പരീക്ഷിക്കും, സാമ്പത്തികമായി, കുടുംബപരമായി, അതല്ലെങ്കിൽ കുടുംബത്തിലെ ഏറ്റവും അടുത്തവരെ പടച്ച റബ്ബ് പെട്ടെന്ന് വിളിച്ചുകൊണ്ട് മക്കളെയോ ഭാര്യയെയോ കുടുംബക്കാരെയോ ഒക്കെ പടച്ച റബ്ബ് തിരികെ വിളിച്ചുകൊണ്ട് എൻ്റെ അടിമ എത്രത്തോളം ക്ഷമ പരീക്ഷിക്കുന്നു, എത്രത്തോളം ക്ഷമിക്കുന്നു എന്നറിയാൻ വേണ്ടി പടച്ച റബ്ബ് പരീക്ഷിക്കും. പല നിലയിൽ, സാമ്പത്തികമായി, ചിലപ്പോൾ നമ്മളെ മക്കളെ നമ്മൾ വിളിച്ചാൽ തിരിഞ്ഞു പോകുന്ന മക്കളായി, ഇങ്ങനെയൊക്കെ പല നിലയിൽ പടച്ച റബ്ബ് പരീക്ഷിക്കും. ഇവിടെയൊക്കെ നമുക്ക് ചെയ്യാനുള്ളത് പടച്ച റബ്ബിലേക്ക് സമർപ്പിക്കൽ മാത്രമാണ്. എത്രത്തോളം ക്ഷമിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് പടച്ച റബ്ബ് നമ്മളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. നാലാമതായി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വസൗജതൻ ലാ തബ്ഗീഹി ഖൗനൻ ഫീ നഫ്സിഹാ വലാ മാലിഹി, ശരീരത്തിലും ഭർത്താവിന്റെ ധനത്തിലും വഞ്ചന കാണിക്കാത്ത ഭാര്യ. അങ്ങനെ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു, ദുനിയാവിലും ആഖിറത്തിലും. ശരീരത്തിലും, സ്വന്തം ശരീരത്തിലും ഭർത്താവ് അധ്വാനിച്ചു കൊണ്ടുവരുന്ന ധനത്തിലും വഞ്ചന കാണിക്കാത്ത ഭാര്യ, തിരിച്ച് അവരെ പരിഗണിക്കുന്ന ഭർത്താവ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ഇന്ന് പരിശുദ്ധമായ റമദാൻ 10 ഖദീജ ബീവിയുടെ ആണ്ടാണ്. പരിശുദ്ധമായ മക്കയിലെ ജന്നത്തുൽ മുഅല്ലയിൽ അന്തിയുറങ്ങുന്ന മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താങ്ങും തണലുമായിരുന്ന ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ. പല ഭാര്യമാരും മഹദിയുടെ വഫാത്തിന് ശേഷം ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നബിയെ തങ്ങൾ ഇങ്ങനെ എപ്പോഴും ഖദീജ ബീവിയെ പറ്റി പറയുന്നത്, എന്തിനാണ്? ഒരു പ്രായമുള്ള പെണ്ണ് എന്നല്ലാണ്ട് എന്ത് ക്വാളിറ്റിയാണ് ഈ ഖദീജക്കുള്ളത്? ഏത് സമയവും ഖദീജയെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ടല്ലോ എന്ന് മറ്റു ഭാര്യമാർ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം വിവർണമായി. അവിടുന്ന് അല്ലാഹുവിന്റെ റസൂല് പറയാണ്, നിങ്ങൾ 9 ആള് കൂടിയാലും എൻ്റെ ഖദീജക്ക് പകരം നിൽക്കാൻ നിങ്ങൾക്ക് കഴിയൂല. അത്രത്തോളം അല്ലാഹുവിന്റെ റസൂലിനെ ചേർത്ത് പിടിച്ചു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. 25 വർഷത്തോളം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നിന്നിട്ട് ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ റസൂലിനോട് ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. തിരിച്ചും അല്ലാഹുവിന്റെ റസൂലിന് ഖദീജ ബീവിയോട് സംസാരിക്കേണ്ടി വന്നിട്ടില്ല എന്തെങ്കിലും വിഷയത്തിൽ. അത്രത്തോളം പരസ്പരം അവർ അറിഞ്ഞ് സ്നേഹിച്ചവരാണ് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു വേളയിൽ അല്ലാഹുവിന്റെ റസൂലിനോട് വന്നിട്ട് ചോദിക്കാൻ, എവിടെ ഖദീജ? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തിനാണ് ജിബ്രീൽ എൻ്റെ ഖദീജയെ നീ തിരക്കുന്നത്, എന്തിനാണ്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാൻ വന്നത്. ഖദീജ ബീവിക്ക് അല്ലാഹു സലാം പറഞ്ഞിട്ടുണ്ട് നബിയെ. ഖദീജ ബീവിക്ക് അല്ലാഹു സലാം പറഞ്ഞിട്ടുണ്ട് നബിയെ. ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്, ഖദീജക്ക് സ്വർഗ്ഗത്തിൽ ഒരു മുത്തിന്റെ കൊട്ടാരമുണ്ട് നബിയെ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ അത്രത്തോളം മഹത്വം അല്ലാഹുവിന്റെ റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ അവിടെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അഫ്ളലുൻ നിസാഇ അഹ്ലിൽ ജന്ന ഖദീജത്തു ബിൻതു ഖുവൈലിദ് റളിയല്ലാഹു അൻഹാ. സ്വർഗ്ഗനാരികളിലെ നേതാവാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ഭാര്യ ഭർത്താക്കൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതായ ഏറ്റവും നിർണായകമായ വ്യക്തിത്വങ്ങളാണ് ഹബീബ്
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹദിയുടെ ബറക്കത്ത് കൊണ്ട് പടച്ച റബ്ബ് നമ്മുടെ എല്ലാം കുടുംബ ജീവിതത്തിൽ എല്ലാവിധ ഖൈറും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ വഴിപ്പെടുന്ന, നമ്മൾ പരിഗണിക്കുന്ന നമ്മുടെ ഭാര്യമാരാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. കഴിയുന്നവരൊക്കെയും ഇന്ന് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഖബറത്തിലേക്ക് പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീൻ ഫാത്തിഹകൾ പാരായണം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം ബറക്കത്ത് കൊണ്ട് പടച്ച റബ്ബ് നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. നമ്മുടെ എല്ലാം ഈമാൻ അല്ലാഹു സലാമത്തിനാക്കി തരട്ടെ. പരിശുദ്ധമായ റമദാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ, പരിശുദ്ധമായ ഈ ദിനരാത്രങ്ങളെ അമലുകൾ കൊണ്ട് ധന്യമാക്കാനുള്ള തൗഫീഖ് പടച്ച റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്തിൻ്റെ 10 ഇന്ന് മഗ്‌രിബോടുകൂടി നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ കഴിയുന്ന തരത്തിലുള്ള ഇബാദത്തുകൾ ഇന്ന് നാം ചെയ്യണം. പാവങ്ങളെ സഹായിക്കുക, അതുപോലെ തന്നെ എന്തെല്ലാം അമലുകൾ സ്വയം നമുക്ക് ചെയ്യാൻ പറ്റുമോ, എൻ്റെ പരിശുദ്ധമായ റമദാനിൻ്റെ ആദ്യ 10 വിട പറയുകയാണല്ലോ റബ്ബേ എന്ന നിയ്യത്തിലായി, എന്ന സങ്കടം നമ്മുടെ മനസ്സിൻ്റെ അകതാരിൽ കൊണ്ടുവന്നിട്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം പരമാവധി ഇബാദത്തുകൾ, അമലുകൾ, അദ്കാറുകൾ, ഖിറാഅത്തുകൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനിൻ്റെ ആദ്യ 10 റഹ്മത്തിൻ്റെ 10 അല്ലാഹുവിൻ്റെ കാരുണ്യം ലഭ്യമായവരിൽ പടച്ച റബ്ബ് സാധുക്കളായ ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിഹഖ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി